ഫൗണ്ടേഷൻ ഡേ ആയതുകൊണ്ട് ഇന്നും ഓഫീസ് ലീവാണ് ഗൈസ്. അതുകൊണ്ട് എങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് റൂമിലൊരു ഫിഷിംഗ് സ്റ്റിക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ മീൻ പിടിക്കാൻ കോർണിഷിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഡേയുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് കോർണിഷിൽ വെച്ച് കാണാം ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ നേരെ സീക്കോയിലേക്ക് വിട്ട്. ഫിഷിങ്ങിന് വേണ്ട ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ കുറവിന് കിട്ടുന്നത് കൊണ്ട് നമ്മൾ നേരെ സീക്കോയിലേക്ക് വിട്ട്. ഇന്ന് ഫൗണ്ടേഷൻ ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ്. അതുകൊണ്ട് ആളുകളും കുറവാണ് ഗൈസ്. അതുകൊണ്ട് ഫ്രീ പാർക്കിംഗ് ചെയ്യാനും പെട്ടെന്ന് സാധനം വാങ്ങാനും പറ്റി ഗൈസ്. അങ്ങനെ അവിടുന്ന് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ നേരെ കോർണിഷിലോട്ട് വണ്ടി തിരിച്ചു. ഇന്ന് ഫൗണ്ടിങ് ഡേ ആയതുകൊണ്ട് റോഡിലും വണ്ടിയിലൊക്കെ ഡെക്കറേഷൻസും ഫ്ലാഗുകളൊക്കെ കാണാൻ പറ്റും. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് വണ്ടികളൊക്കെ നല്ല കുറവാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദമാം സിറ്റിയിലോട്ട് എത്താൻ പറ്റി. ഇനി നമുക്ക് 1-2 കിലോമീറ്റർ പോയാൽ നമുക്ക് ദമാം കോർണിഷിലെത്താം ഗൈസ്. ഇനീഷ്യലി നമ്മുടെ റൂമൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ദമാം കോർണിഷിലോട്ടും മർജാൻ ഐലൻഡിലോട്ടൊക്കെ നമുക്ക് ഡെയിലി പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ റൂം കുറച്ച് ദൂരമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരാൻ പറ്റത്തില്ല. എന്തെങ്കിലും വീക്കെൻഡോ ലീവോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പറ്റൂ. അങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കോർണിഷിലെത്താൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മൾ കോർണിഷിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഫിഷിംഗ് സ്റ്റിക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയില്ല അവിടെ പെർമിഷൻ ഉണ്ടോ, ഫിഷിംഗ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. ആദ്യമായിട്ട് ഫിഷിംഗ് ചെയ്യുന്നതുകൊണ്ട് ഫിഷ് കിട്ടുമോ ഇല്ലയോ എന്നും അറിയില്ല. അവിടെ കുറേ പേര് ഫിഷിംഗ് ചെയ്യുന്നതുകൊണ്ട് അത് കണ്ടിട്ട് വന്നതാണ് ഗൈസ്. ഇതാണ് ദമാം കോർണിഷ്. ആണ് സാധാരണ ആളുകളൊക്കെ ഫിഷിംഗ് ചെയ്യുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ആരും ആളുകളൊന്നും കാണുന്നില്ല. പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെ ചിലപ്പോൾ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോർണിഷിലെത്തിയതിൻ്റെയും ഫിഷിംഗ് ചെയ്യാൻ വന്നതിൻ്റെയും സന്തോഷം നിയാസിൻ്റെ മുഖത്ത് കാണുന്നുണ്ട് ഗൈസ്. ആ ദൂരെ കാണുന്നതാണ് മർജാൻ ഐലൻഡ്. ഞാനൊരു ഷോർട്സ് വീഡിയോ ആക്കിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. അങ്ങനെ നമ്മൾ കോർണിഷിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഷക്കീൽ ബിസ്മി ചൊല്ലി മീൻ പിടുത്തം തുടങ്ങി ഗൈസ്. അങ്ങനെ ഷക്കീൽ ചൂണ്ടായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് മീൻ കിട്ടുന്നൊന്നും കാണുന്നില്ല. അങ്ങനെ നമ്മൾ ചുറ്റും നോക്കിയപ്പോൾ കുറച്ച് ദൂരെ കുറേ പേര് മീൻ പിടിക്കുന്നത് കാണാൻ പറ്റി. പിന്നെ ഷക്കീൽ പിന്നെയും കിട്ടുന്നില്ല. പിന്നെ മറ്റൊരാൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ച അയാൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയുന്ന അയാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അയാൾ ഓടിച്ച് പിന്നെ ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്ത് എന്നിട്ടും മീൻ കിട്ടുന്നില്ല. അപ്പോൾ ഷക്കീൽ പറഞ്ഞത് നമ്മുടെ പ്രശ്നമല്ല, ഇത് സ്ഥലത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് മാറി നിന്ന് ഗൈസ്. എന്നിട്ട് കുറച്ച് പേര് അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ നമ്മൾ ചൂണ്ടിട്ട്. പക്ഷേ അവർക്കൊക്കെ മീൻ കിട്ടി, നമുക്ക് മീൻ കിട്ടുന്നില്ല. എന്നിട്ട് പിന്നെ കുറച്ച് ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ വന്നിട്ട് കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മീൻ ഓടിയതായിരിക്കാം എന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. മീൻ പിടിക്കാൻ അറിയാത്തത് കൊണ്ടാണോ അല്ല മീൻ കിട്ടാത്തതാണോ മീൻ ഇല്ലാത്തതാണോ എന്നറിയില്ല. തൊട്ടടുത്തുള്ള ആൾ പിന്നെയും മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മീൻ കിട്ടുന്നില്ല ഗൈസ്. പിന്നെയും മീൻ എടുത്തിട്ട് ബക്കറ്റിലിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഫൈനലി നമുക്കൊരു മീൻ കിട്ടി ഗൈസ്. അപ്പോൾ സമയം 3 മണി. നമ്മൾ രാവിലെ 10:30 വന്നിട്ട് 3 മണിക്കാണ് നമുക്കൊരു മീൻ ഇപ്പോഴും തൊട്ടടുത്തുള്ള ആൾക്ക് പിന്നെയും മീൻ കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് കിട്ടുന്നില്ല. ആ സമയത്ത് ഞാനൊരു വെറുതെ ഇരിക്കണമെന്ന് വെച്ചിട്ട് ഞാനും ഒരു ചൂണ്ട ഉണ്ടാക്കിയിട്ട് വെറുതെ ഇട്ട് അതും വെള്ളത്തിൽ പോയി ഗൈസ്. മീൻ കിട്ടാത്ത സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന ടൂറിസ്റ്റ് ബോട്ടുകളെ നോക്കി വെറുതെ ഇങ്ങനെ ഇരുന്നു ഗൈസ്. പോയ കുപ്പി തിരിച്ചു വരുമെന്ന് കുറേ വെയിറ്റ് ചെയ്താൽ. അപ്പോൾ സമയം കുറേ വൈകിയത് കൊണ്ട് നമുക്ക് കിട്ടിയ ആ ഒരു മീനിനെ നമ്മൾ തൊട്ടടുത്തുള്ള അയാൾക്ക് തന്നെ കൊടുത്തിട്ട് നേരെ വന്നു ഗൈസ്. വരുമ്പോൾ അങ്ങനെ മീൻ പിടുത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സൗദി ഫൗണ്ടിങ് ഡേയുടെ ഫുൾ പ്രോഗ്രാമാണ് നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും വീഡിയോ കുറേ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.